കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും. ജില്ലയ്ക്ക് പുറത്തും സ്വർണം വിറ്റു എന്ന് പ്രതികളുടെ മൊഴി. ബന്ധുക്കളായ 12 പേരിൽ നിന്നാണ് അബ്ദുൽ ഗഫൂർ പ്രതി ഷഫീമയ്ക്ക് മന്ത്രവാദത്തിനായി സ്വർണം നൽകിയത്. കാലാവധി കഴിഞ്ഞിട്ടും സ്വർണം തിരിച്ചു നൽകാത്തത് അബ്ദുൽ ഗഫൂർ ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൂടുതൽ വിവരങ്ങൾ സാരംഗ് സുരേഷ് നൽകും. സാരംഗ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറെ ദുരൂഹമായൊരു സാഹചര്യത്തിലാണ് അബ്ദുൽ ഗഫൂർ ഹാജിയെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് മരിച്ചത് കണ്ടെത്തിയത്. എന്നാൽ സ്വാഭാവികമായ മരണം എന്ന രീതിയിൽ തന്നെയായിരുന്നു കുടുംബാംഗങ്ങളൊക്കെ തന്നെ വിശ്വസിച്ചിരുന്നത്. നാട്ടുപരമായ രീതിയിൽ തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മകന്റെ ബെഡ്റൂമിനകത്തായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഈ ഒരു പ്രതികളുടെ അടക്കം ഇടപെടലിന്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് മൃതദേഹം അടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രവാദത്തിന് ഉപയോഗിച്ച് സ്വർണം തിരിച്ചു വാങ്ങുന്ന ഭയത്തെ തുടർന്നാണ് ഒന്നാം പ്രതിയായ ഉവൈസിന്റെ ഭാര്യയായ മന്ത്രവാദിനി കൂടിയായിട്ടുള്ള ജില്ലുമ്മ എന്ന് കൂടി അറിയപ്പെടുന്ന കെ ഷമീന കൂടി മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇവിടെ നിന്ന് ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം ഉപയോഗിച്ച് ഇവർ ആഡംബര ജീവിതത്തിനും അതുപോലെ തന്നെ ഭൂമി ഇടപാടടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ തന്നെ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി മൊഴിയെടുത്ത സമയത്ത് തന്നെ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 8ഓളം ജില്ലകളിൽ ഇവർ തട്ടിയെടുത്ത സ്വർണം വിറ്റു എന്നുള്ള തരം പുറത്ത്. ശരി സാരംഗ്, ഏതായാലും വളരെ ദുരൂഹമായ രീതിയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. മന്ത്രവാദത്തിനായി നൽകിയ സ്വർണവുമായി ബന്ധപ്പെട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഈ കൊല ചെയ്തത് എന്നാണ് ലഭിക്കുന്ന വിവരം. സാരംഗ് സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.